പതിനായിരക്കണക്കിന് പേർ ദാരുണമായി കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ജനലക്ഷങ്ങൾ പലായനം ചെയ്യുകയും മരണം മുന്നിൽ കണ്ട് ജീവിക്കേണ്ട നിസ്സഹായാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടും വേണ്ടവിധമുള്ള ലോകശ്രദ്ധ ഇത്തരം സംഭവങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യമെന്ന് ആഫ്രിക്കയിലെ തമസ്കരിക്കപ്പെടുന്ന കൂട്ടക്കുരുതികൾ എന്ന പേരിൽ KCBC ഐക്യജാഗ്രതാ കമ്മീഷൻ പുറപ്പെടുവിച്ച ലേഖനത്തിൽ പരാമർശിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നൈജീരിയയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 200ഓളം പേർ ഭീകരരുടെ ആക്രമണത്തിൽ വെന്തുമരിച്ച ദാരുണ സംഭവം വിരലിലെണ്ണാവുന്ന മലയാള മാധ്യമങ്ങളാണ് പേരിനെങ്കിലും റിപ്പോർട്ട് ചെയ്തത്. ഭൂരിപക്ഷവും അത്തരം സംഭവങ്ങളെ മനഃപൂർവ്വം തമസ്കരിക്കുകയാണ്. മതതീവ്രവാദ ഭീകര സംഘടനകളുടെ നേതൃത്വത്തിലുള്ള അക്രമ സംഭവങ്ങൾ ലോകമെമ്പാടും കുത്തനെ ഉയരുമ്പോഴും അപകടകരമായ മൗനം പാലിക്കുന്ന ആഗോള മാധ്യമങ്ങളും രാഷ്ട്ര നേതൃത്വങ്ങളും ഇസ്ലാമിക ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുകയാണ്. ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടികൾ നേരിടുമ്പോൾ അത്തരം സംഭവങ്ങൾക്ക് ലഭിക്കുന്ന മാധ്യമശ്രദ്ധയുടെ 1% പോലും മേൽപ്പറഞ്ഞ വിധമുള്ള നിഷ്ഠൂരമായ കൂട്ടക്കുരുതികൾക്ക് ലഭിക്കുന്നില്ല എന്നത് നീചമായ അവഗണന മാത്രമല്ല, മനുഷ്യകുലത്തോട് മുഴുവനുമുള്ള അപരാധം കൂടിയാണ്. ദ ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്കയുടെ റിപ്പോർട്ട് പ്രകാരം 2020-23 കാലയളവിൽ 16,769 ക്രൈസ്തവർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇസ്ലാമിക ഭീകരരുടെ കൈകളാൽ സാധാരണക്കാരായ 6,235 മുസ്ലിം മതവിശ്വാസികളും കൊല്ലപ്പെട്ടു. ഇക്കാലയളവിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ 8,000-ഓളം മുസ്ലിങ്ങളും ഉൾപ്പെടുന്നു. മതപരമായ വിദ്വേഷ ചിന്തകൾക്കപ്പുറം രാജ്യത്തിന്റെ സമ്പൂർണ്ണമായ തകർച്ചയും മിതവാദികളായ മുസ്ലിം വിശ്വാസികളുടെ അന്ത്യവും ഇസ്ലാമിക ഭീകര സംഘടനകൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. 2023 ഒക്ടോബറിൽ ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ തിരിച്ചടിയെ ഏകപക്ഷീയമായി വിലയിരുത്തിയ ഒരു കൂട്ടം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അന്നുമുതൽ കേരളത്തിൽ നടത്തിവരുന്ന പ്രചരണങ്ങൾക്ക് ഏവരും സാക്ഷികളാണ്. അക്കൂട്ടർ മറ്റു രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹവും എന്തിനേറെ മിതവാദികളായ മുസ്ലിം വിശ്വാസികൾ പോലും നേരിടുന്ന വെല്ലുവിളികളോട് എക്കാലവും മുഖം തിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുതും വലുതുമായ ഒട്ടേറെ ഇസ്ലാമിക ഭീകര സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവർ പൊതുസമൂഹത്തെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെ അപലപിക്കാൻ പോലും ഇന്നോളവും അത്തരക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. സ്വാധീന ശക്തികൾക്ക് അതീതമായി മാനവികതയ്ക്കെതിരായ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ തള്ളിപ്പറയുകയും മതരാഷ്ട്ര വ്യത്യാസമില്ലാതെ അക്രമങ്ങൾക്കിരയാവുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി ശബ്ദിക്കാൻ ലയോ പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും മാധ്യമങ്ങളും ഇനിയെങ്കിലും തയ്യാറാവുകയും വേണമെന്നും KCBC ഐക്യജാഗ്രതാ കമ്മീഷൻ ആഹ്വാനം ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.